ഈ പ്രാവശ്യത്തെ നമ്മുടെ യാത്ര കുറേ വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. രണ്ടാഴ്ചത്തെ പ്ലാനാണ്. ആഗ്ര, ഡൽഹി, പഞ്ചാബ്, കാശ്മീർ, ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. രണ്ടാഴ്ചത്തെ പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ട്രെയിൻ യാത്രകളെന്ന് പറഞ്ഞാൽ മനോഹരമായൊരു യാത്ര തന്നെയാണ്. രാവിലെ ചെറിയ കാപ്പിയൊക്കെ കുടിച്ച് പുറത്തെ കാഴ്ച കണ്ടിരിക്കാൻ നല്ല മനോഹരം തന്നെയാണ്. ട്രെയിനിൽ യാത്ര പോകുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യം. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടും, പരിചയമില്ലാത്തവരെ സംസാരിക്കാൻ പറ്റും, കുറേ ഭാഷ സംസാരിക്കുന്നവരെ കിട്ടും, ഒത്തിരി ആൾക്കാരെ നമുക്ക് കിട്ടും. അതിലൂടെ കിട്ടിയൊരു സ്പോട്ടാണ്. ഞങ്ങൾ അവിടെ ഇരുന്നാൽ നമ്മൾ ഇടയ്ക്ക് AC ആണെങ്കിൽ നമ്മൾ അവിടെയാണ് ഇരുന്നത്. ബാത്റൂമാണ്, എന്നാലും നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കോച്ചിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റത്തില്ല. നമ്മൾ ആ ചെറിയ വിൻഡോയിലൂടെ കാണാൻ പറ്റുന്നതേ നമുക്ക് കാണാൻ സാധിക്കും. അതാകുമ്പോൾ നമ്മൾ അപ്പുറം രണ്ട് സൈഡിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. 2.5 ദിവസം ഞങ്ങൾ എടുത്തു ആഗ്രയിലെത്താൻ. ആ സമയങ്ങളിൽ പകുതി നമ്മൾ അത് ആഡ് ചെയ്തിട്ടില്ല. ഒത്തിരി മനോഹരമായ ചെറിയ നിമിഷങ്ങളുണ്ടായിരുന്നു. ഫുഡ്, കാപ്പി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഹോളി ആഘോഷിച്ച് കുറച്ച് സ്നേഹത്തോടെ കുറച്ച് പേര് തന്നതാണ് ഈ കാണുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടനാണ്. നമുക്ക് സംസാരിച്ച് കമ്പനിയായി, ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. ഇടയ്ക്ക് ഇത് AC വെൻ്റ് പോയതെന്നും പറഞ്ഞ് ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവർ റെഡിയാക്കാനൊക്കെ വന്നായിരുന്നു. നമ്മൾ ആഗ്രയിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു. അതൊക്കെ കൂടെ ഉള്ളവന്മാർ ഇന്ന് വർക്ക് ചെയ്തു. നമ്മൾ കുളിച്ചു. അത് പിന്നെ യാത്ര വന്നപ്പോൾ നമുക്ക് ട്രെയിനിൽ നിന്നൊരു കൊച്ചിനെ കിട്ടിയായിരുന്നു. അവൾ ആഗ്രഹിക്കായിരുന്നു നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ നമ്മളെല്ലാവരും ആഗ്രഹം വേറെ ഫുഡൊക്കെ നമ്മൾ ഒന്നിച്ചാണ് നമ്മൾ പോയത്. ട്രെയിനിൽ നിന്ന് ഫുഡായതുകൊണ്ട് നമ്മളധികം വന്നിട്ട് കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പം പുറത്തിറങ്ങിയപ്പം അത്യാവശ്യം നന്നായിട്ട് ഫ്രഷായതല്ലേ എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം കഴിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ ആഗ്ര ഫോർട്ടിലോട്ടാണ് പോയത്. പക്ഷെ നല്ല നമ്മൾ ഡൽഹി നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇതും അത്യാവശ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വരുന്നത്. വളരെ ഇഷ്ടപ്പെട്ടു. ചൂടൊന്നും ഇല്ലായിരുന്നു. വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റ് വരുന്നത് നല്ലതായിരുന്നു. അത് ചൂട് അനുഭവപ്പെട്ടില്ല. നമുക്ക് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ താജ്മഹൽ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു ഭംഗിയാണ് ഇവിടുന്ന് കാഴ്ചയിൽ കാണാൻ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ താജ് കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. വ്യത്യസ്തമായ വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതാണ് താജ്മഹലിൻ്റെ എൻട്രി. കവാടം കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് ആ മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എന്തെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. നമ്മളവിടെ പോയി അത് കാണുക, എന്നാലേ നമുക്കത് കറക്റ്റ് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഈ കവാടം കഴിഞ്ഞ് ചെല്ലുമ്പോഴേ നമുക്ക് ആ താജ്മഹൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതെങ്ങനെ പറഞ്ഞറിയിക്കുന്നതിന് നമ്മൾ ചെന്ന് കണ്ട് അത് അനുഭവിക്കുക തന്നെ ചെയ്യണം. അപ്പോഴേ നമുക്കത് അതിൻ്റെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈവനിങ് ടൈമാണ് നമ്മൾ ചെന്നത്. എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ആ ഈവനിങ് ടൈമിൽ ആ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ആ ചെറിയൊരു അത് ലൈറ്റൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ അടുത്ത് ചെല്ലും തോറും നമ്മുടെ കണ്ണിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് നമുക്ക് അത് അവിടെ ചെന്നാലും ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. കഴിവതും നിങ്ങൾ യാത്ര ചെയ്യാൻ പറ്റുന്ന സമയങ്ങളൊക്കെ യാത്ര ചെയ്യുക, കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണുക. പൈസയൊക്കെ പിന്നീട് നമുക്ക് കിട്ടും. നമ്മുടെ പ്രായം നമ്മളെന്നാലും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇപ്പം നമുക്ക് പൈസ കാണില്ല, പക്ഷെ പൈസ എങ്ങനെയൊക്കെ ഉണ്ടാക്കി പോകാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത്.
നമ്മളവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. ഇവിടെയൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് റൂമിലോട്ട് പോകാൻ വേണ്ടി, റൂമിലോട്ടല്ല, നമുക്കടുത്ത് ഡൽഹിക്കാണ്. ആഗ്ര ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് അന്ന് വൈകിട്ട് ഡൽഹിക്കാണ് നമുക്ക് പോകുന്നത്. നമ്മൾ വന്ദേ ഭാരത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആശാനെ വണ്ടി ഓടിക്കുന്ന ഇടയ്ക്ക് കൈയൊക്കെ വിട്ടൊക്കെയാണ്, ഹെഡ്ലൈറ്റും ഇല്ല. നമ്മൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഡൽഹിക്ക് പോകാനുള്ള വണ്ടി വന്ദേ ഭാരത് വന്നു. വന്ദേ ഭാരതിലെ ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ ചിക്കൻ 2 ചപ്പാത്തിയുടെ റൈസും ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. നമ്മൾ വെളുപ്പിനെ അവിടെ എത്തി. തിരിച്ച് വന്നപ്പോഴത്തേക്കും വേണ്ടേ മസാജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ കയറി. സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തത്. ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് മസാജ് ചെയ്തു. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് റൂമൊക്കെ എടുത്തത്. റൂമൊക്കെ എടുത്തപ്പോൾ 1-2 മണി. പിന്നെ ഞാൻ ജീവന് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ച് രാത്രി വൈകിട്ട് കിടന്നേക്കാമെന്ന് ഓർത്ത് അങ്ങനെ പോയി.